നമ്മൾ ഓഫീസിലേക്കും അതുപോലെ തന്നെ നമുക്ക് കാഷ്വലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് കേട്ടോ. ഓവറായിട്ടുള്ള പ്രോഡക്റ്റും കാര്യങ്ങളും ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, ഇതാണൊരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ, ഞാനത് ചെയ്തതിന് ശേഷമുള്ള. അപ്പോൾ ഓവറായിട്ടുള്ള മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല, അത്യാവശ്യമുള്ളൊരു മിനിമൽ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ആദ്യം തന്നെ സ്കിൻ കെയർ ചെയ്യുക. സ്കിൻ കെയർ ചെയ്യാതെ എന്ത് മേക്കപ്പ് ഇട്ടിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൻ കെയർ പ്രോപ്പർലി ചെയ്യുക. ആദ്യം തന്നെ ബേസായിട്ട് നമ്മളൊരു ടോണർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഗ്ലോൻ്റെ ആണ് കേട്ടോ, ഗുഡ് വൈബ്സിൻ്റെ ഒരു ടോണറാണ്. ഗ്ലോ ടോണർ എന്ന് പറയും, കുക്കുംബറാണ് ബേസ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പോൺസിൻ്റെ ഒരു ഹൈഡ്രാ മിറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ ലൈറ്റ് ജെൽ വരുന്നുണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് മോയ്സ്ചറൈസറായിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് വന്നിട്ട് ഡേം ഡോക്കിൻ്റെ ഹോണറ്റ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അൾട്രാ ലൈറ്റ് അബ്സോർബ് സീംലി ഹൈഡ്രേറ്റ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. PA++ ഉള്ള ഒരു സൺസ്ക്രീൻ. SPF 30 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ എബോ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല, ടച്ച് വുഡ്. അപ്പോൾ ഡെയിലി ഗ്ലോ ആണ്, ഒരു സൺ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ തരും. ഞാനിതിപ്പോൾ മന്ത്ലി മാറ്റാറില്ല, 3 months കൂടുമ്പോഴാണ് മാറ്റാറുള്ളത്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. ഈ ലിപ് ബാം വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി ഉണ്ടാക്കിയ പ്രോഡക്റ്റാണ് കേട്ടോ. ചേച്ചി ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റീല് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബനാന പൗഡറാണ്. ഇത് ഇൻസൈറ്റിൻ്റെ ആണ് കേട്ടോ, ലൂസ് പൗഡറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഓയിൽനെസ് തോന്നുന്നത് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്ക് കണ്ട പോർഷനിലും അതുപോലെ തന്നെ എൻ്റെ ചിന്നിൻ്റെ പോർഷനിലൊക്കെയാണ് കൂടുതലും ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ഈവൻലി അപ്ലൈ ചെയ്ത് കൊടുക്കുക, കണ്ണിൻ്റെ താഴെയൊക്കെ. അപ്പോൾ നമുക്ക് മീൻസ് നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സ്മഡ്ജായി പോയില്ല. അടുത്ത മാസിൻ്റെ തന്നെ ഒരു ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എൻ്റെ സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഐ ഷാഡോ ആണ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ യൂസ് ചെയ്തേക്കുന്നത്. അധികം എന്താ പറയുക, ഗ്ലിറ്ററി അങ്ങനെയൊന്നുമല്ല, ഒരു മാറ്റ് ഫിനിഷ് തരുന്ന ഒരു ഐ ഷാഡോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്ത് കണ്ണിൻ്റെ താഴെ മുകളിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഈവൻ ടോൺ ആവാൻ വേണ്ടിയിട്ടാണ്. ചിലർ കണ്ണിൻ്റെ താഴെ മാത്രം, മുകളിൽ മാത്രം അപ്ലൈ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ താഴെയും കൂടി നമുക്കത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഒരു മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഏതിൻ്റെയാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മാഴ്സിൻ്റെ ആണോ അതോ ഇൻസൈറ്റിൻ്റെ ആണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഇത് വന്നിട്ട് ലേബലിൻ ന്യൂയോർക്കിൻ്റെ ആണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ലേബലും കാര്യങ്ങളൊക്കെ പോയി, ഞാൻ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ട് തന്നെ. അപ്പോൾ അത് ഓൾറെഡി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന മാസിൻ്റെ 02 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡീപ്പ് ഡൗൺ ഒരു മെറൂൺ കളർ, മെറൂൺ എന്ന് പറയാം, എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം എൻ്റെ ആ ഒരു ലിപ്പിന് പറ്റിയ ഒരു ടോണാണ് കേട്ടോ. പിന്നെ അടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മാസിൻ്റെ തന്നെ 09 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവർക്കും സ്യൂട്ടാവുന്നൊരു കളറാണ് കേട്ടോ. ഒരു ബ്രൗൺ അല്ല, മെറൂൺ അല്ല, ഒരു ന്യൂഡും അല്ലാത്തൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അത്യാവശ്യം നമുക്കൊരു ഗ്ലോയിങ് കാര്യങ്ങളും ഒക്കെ തരും ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ. ഇതാണപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.